നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി ജനകീയ വിഷയങ്ങൾ പ്രചാരണത്തിൽ ഉയർത്തി വീട് വീടാന്തരം കയറിയിറങ്ങേണ്ട പാർട്ടിയുടെ വക്താക്കളാണ്. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് കടുപ്പിച്ചു പറയാത്തതിന്റെ പേരിൽ ധാർമ്മികത എന്ന വാക്ക് ജനപ്രതിനിധി എന്ന പദത്തിനൊപ്പം ചേർത്ത് വെക്കാൻ കഴിയാത്ത ഒരു നേതാവിനെ ന്യായീകരിച്ചും ഇതിനപ്പുറം ഇനി എന്ത് ചെയ്യാനെന്ന് കൈമലർത്തിയും തളരുന്നത്. ഇതായിരുന്നോ കോൺഗ്രസ് വിഭാവനം ചെയ്ത തദ്ദേശമെന്ന സെമി ഫൈനൽ പിടിച്ചടക്കാൻ? ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ തൊടില്ല എന്ന് നേതാക്കന്മാർ പ്രതീക്ഷിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ലേബൽ വിടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങൾ അതും കടന്ന് അതിജീവിതയെ സൈബർ ഇടത്തിൽ അരിഞ്ഞു വീഴ്ത്തുന്ന വെട്ടുകിളി കൂട്ടങ്ങളായി മാറുകയാണ്. അതിജീവിതയെ അപമാനിച്ചതിന് രാഹുൽ ഈശ്വരടക്കം മുന്നിലിരിക്കുമ്പോഴും യഥാർത്ഥ രാഹുൽ എവിടെയാണെന്ന് കേരള പോലീസിന് ഇപ്പോഴും അറിയില്ല. ഭരിക്കുന്ന ഇടതുപക്ഷം അറസ്റ്റ് വൈകിപ്പിക്കുന്നതോ വൈകുന്നതോ എന്നുകൂടി ചോദിക്കാതെ വയ്യ. രാഹുലിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു സിപിഎം നേതാവ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ റജി ബി, രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ്, നിയമവിദഗ്ധ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഒപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അജു ഗുണ്ടിയാട്ടിൽ. രാഹുൽ ഈശ്വരും നമുക്കൊപ്പം ചർച്ചാ പാനലിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. രാഹുൽ ഇപ്പോൾ പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് രാഹുലിന് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല. ഞാൻ ആദ്യം വരുന്നത് കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ റജി ബിയിലേക്ക്. ശ്രീ റജി, രാഹുൽ ഈശ്വരനെയാണ് പോലീസ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യൽ നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഒരു പിടിയുമില്ലാത്തൊരു സാഹചര്യം. കോൺഗ്രസ് രാഹുലിന് ഒളിവിൽ കഴിയാൻ അവസരമൊരുക്കുന്നു എന്ന് CPM ആരോപിച്ചുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ന്യായീകരിക്കുന്നില്ല എന്ന് എത്ര പറയുമ്പോൾ പോലും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നില്ല? ധാർമ്മികതയുടെ പേരിലെങ്കിലും ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല എന്നതിനൊക്കെ ഉത്തരം പറയാൻ നിർഭാഗ്യവശാൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ബാധ്യതയുണ്ടാകും. നോക്കൂ, എങ്ങനെയാണ് അപർണ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു ബാധ്യത വരുന്നത്? കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നതല്ലേ? കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം അന്തരീക്ഷത്തിൽ ഉയർന്ന ആ ഘട്ടത്തിൽ തന്നെ 12 മണിക്കൂറിന് മുമ്പ് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ടു. 3 തരത്തിലുള്ള നടപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കോൺഗ്രസ് പ്രസ്ഥാനം സ്വീകരിച്ചത്. കോൺഗ്രസ് പാർട്ടിക്ക് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഇപ്പോഴുള്ളത്? അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല, കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധമില്ല, കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലും ബന്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുമല്ല ഇത്തരത്തിൽ വരുന്ന ആരോപണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധിപ്പിക്കുന്നത് ഗൂഢമായ രാഷ്ട്രീയ എതിരാളികളുടെ ബോധപൂർവമായ ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഇപ്പോ കേരള സർക്കാർ, അതായത് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം നടക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായി നിരവധി വിഷയങ്ങൾ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില പാർട്ടികളും ഒക്കെ അവരുടെ ഒരു അജണ്ടയായി മാറിക്കൊണ്ട് ഇതിനെ ഒരു കെണി ഒരുക്കി ഇതിലേക്ക് കോൺഗ്രസിനെ വലിച്ചിടാൻ ഒരു ശ്രമം നടത്തുകയാണ്. ഇതൊന്നും ഒരു തരത്തിലും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏതെങ്കിലും സർക്കാർ വിരുദ്ധ വികാരത്തെയോ അല്ലെങ്കിൽ പ്രതിഷേധത്തെയോ ഒരു തരത്തിൽ മറയ്ക്കാൻ കഴിയില്ല. ഇതിന് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് എന്താണ് ബന്ധം? അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം പോലുമില്ല. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമാവലി അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിക്കുവാനും അതനുസരിച്ച് ശിക്ഷയ്ക്ക് വിധേയമാകുവാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. അക്കാര്യത്തിലൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാ ഘട്ടത്തിലും അവരുടെ വ്യക്തമായ സുചിന്തിതമായിട്ടുള്ള തീരുമാനങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പാകെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ കോൺഗ്രസ് പാർട്ടിയുമായി കൂട്ടിമുട്ടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള, അതായത് ശബരിമലയിലേക്ക് സ്വർണം മോഷണം പോയതിൽ 2 CPM-ന്റെ പ്രവർത്തകർ ജയിലിൽ കിടക്കുമ്പോൾ, ഇനിയും ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാൻ പോകുമ്പോൾ, നിരവധി പേരെ ഇനി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിൽ ശ്രീ റജി ബി, അതാണ് ഈ പറഞ്ഞു തുടങ്ങുന്നത്. ഭരണ പക്ഷത്തെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. അത് ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ അതിന് ഉത്തരവും മറുവശത്തുനിന്നുണ്ടാവുക. അത് ഉണ്ടാകേണ്ട സമയമാണ്. ആ സമയത്ത് കോൺഗ്രസിലെ നേതാക്കന്മാർ പറയുന്നു, ഞങ്ങൾ വേദി പങ്കിടും, രാഹുൽ നിരപരാധിയാണ് പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ അത് വിഴുങ്ങേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വറിന് എതിരായിട്ടുള്ള കേസിൽ 5-ാം പ്രതി
KPCCയുടെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരാണ്. അപ്പോൾ ഈ അതിജീവിതയെ അപമാനിക്കാനുള്ള ഒരു നീക്കം നടത്തുക, അതിന് സൈബർ വെട്ടുകിളിക്കൂട്ടങ്ങളെ അഴിച്ചുവിടുക, അതിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പ്രതി വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന് പറയുകയും പ്രതിപക്ഷ നേതാവ് പറയുന്ന നിലപാടിന് വിരുദ്ധമായിട്ട് അവരവർക്ക് തോന്നുന്നത് പോലെ മറ്റു നേതാക്കന്മാർ പറയുകയും ചെയ്തിട്ട് ഇത് BJPയോ CPMോ വെച്ച നരേറ്റീവാണെന്ന് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? നോക്കൂ, ഇവിടെ 2-3 ചോദ്യങ്ങളാണ് അപർണ ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, കോൺഗ്രസ് പാർട്ടി, അതായത് ഫോർമലായി ഒരു പരാതി ഈ അതിജീവിത ഉന്നയിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ ചില ആളുകൾ, അതായത് അദ്ദേഹം പാലക്കാട്ടെ MLA ആണ്, ആ ഘട്ടത്തിൽ അദ്ദേഹവുമായി പേഴ്സണലായിട്ട് അടുപ്പമുള്ള ചിലർ അദ്ദേഹവുമായി ബന്ധം പുലർത്തിയിരുന്നു. അവിടുത്തെ ചില സ്ഥാനാർത്ഥികളോടൊപ്പം നടക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അതിജീവിത ഫോർമലായി ഒരു പരാതി രജിസ്റ്റർ ചെയ്തതിനു ശേഷം പൂർണ്ണമായിട്ട് അത്തരത്തിൽ കർശനമായ നിർദ്ദേശം കോൺഗ്രസ് പാർട്ടി ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പരിപൂർണമായിട്ടും കോൺഗ്രസ് പാർട്ടി അയാൾക്കെതിരെ സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നതെന്ന് പറയുന്നത് ബോധപൂർവമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. കാരണം ഇവിടെ സൈബർ ഇടങ്ങളിൽ അതുമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് ബന്ധം? സൈബർ ഇടങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര കോടി ആളുകളാണ് ഈ യൂട്യൂബും വാട്സാപ്പും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നത്? അവരെയൊക്കെ നിയന്ത്രിക്കുവാൻ നമുക്ക് മനുഷ്യസാധ്യമാണോ? എല്ലാ തരത്തിലും, എല്ലാ ഘട്ടത്തിലും, എല്ലാ വിവാദങ്ങളിലും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്. ജെൻസി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അതിനെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏതെങ്കിലും രീതിയിൽ തടയിടാൻ കഴിയുമോ? കാരണം ഇതിനകത്ത് പൊതുസമൂഹത്തിൽ പെടുന്നവരെല്ലാവരും ഉണ്ടായിരിക്കും. അതിനെ ഒരു കർശനമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിക്ക് മാത്രമായി നിയന്ത്രിക്കാൻ കഴിയില്ല. ഇവിടെ ശരിക്കും എന്താ വേണ്ടത്? ഇവിടുത്തെ നിയമം അനുസരിച്ച്, നിയമാവലി അനുസരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിന് പോലീസ് സംവിധാനം, ഇവിടുത്തെ നിയമ സംവിധാനം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും അനുകൂലമായിട്ട് പൊതുസമൂഹം നിൽക്കുകയാണ്. ആ അതിജീവിതയെ ഏതെങ്കിലും തരത്തിൽ അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറ്റപ്പെടുത്തുന്നതോ അവരെ പരിഹസിക്കുന്നതോ അവരുടെ വ്യക്തി ജീവിതത്തെ അധിക്ഷേപിക്കുന്നതോ ഒരു തരത്തിലും ആരും അംഗീകരിക്കുന്നതല്ല. അതായത് നിയമം അനുശാസിക്കുന്ന, നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല മലയാളി, ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുന്ന ആർക്കെങ്കിലും ആ അതിജീവിതയ്ക്ക് എതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയും? ഒരിക്കലുമില്ല. അതൊക്കെ ചില ഗൂഢമായിട്ടുള്ള ചില അജണ്ടകളുടെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. കോൺഗ്രസ് പ്രസ്ഥാനം, അങ്ങേക്കറിയാമല്ലോ, കോൺഗ്രസ് പ്രസ്ഥാനം എക്കാലത്തും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കാത്ത അത്ര ഉയർന്ന നിരയിലുള്ള. അല്ല, ഞാൻ ചോദിക്കുന്നത് സന്ദീപ് വാര്യർക്കെതിരെ കേസെടുത്തിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്ന് ശ്രീ റെജി പറയില്ലല്ലോ അല്ലേ? സന്ദീപ് വാര്യർക്കെതിരെ മുന്നേ ഈ എന്തോ ഫോർമലായിട്ടുള്ള അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് അത്ര അറിയില്ല. അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് അത് ചെയ്യും. പക്ഷേ ഇത് രാഷ്ട്രീയ എതിരാളികളെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുവാൻ രാഷ്ട്രീയ എതിരാളികൾ ബോധപൂർവമായി ശ്രമിക്കും. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. കാരണം CPM എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി പഴയ കാലം മുതലേ ഇലക്ഷൻ കാലഘട്ടത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 96-ലും 2011-ലും 2016-ലും ഇതിന് ബഹുമാനായ ഉമ്മൻചാണ്ടിക്കെതിരെ പോലും സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി കഥകൾ ഉണ്ടാക്കി രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിച്ച അധികാരത്തിൽ ഏതെങ്കിലും ഒരു നിലപാടിൽ നിൽക്കണം. ഒന്നുകിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലപാടെടുക്കണം. നോക്കൂ അപർണ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ അംഗമല്ല. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗം പോലും അല്ല. കോൺഗ്രസ് പാർട്ടിയുടെ MLA അല്ല. അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുകയോ അദ്ദേഹത്തിന്റെ പക്ഷം പിടിക്കുകയോ ചെയ്യേണ്ടത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരന്റെ ഉത്തരവാദിത്വമാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ഈ പൊതുരംഗത്ത് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹം വിജയിച്ചു വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പറഞ്ഞ ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഫോർമൽ പരാതി ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സ്വീകരിക്കാത്ത അത്ര സീരിയസ് ആയിട്ടുള്ള വളരെ കർശനമായിട്ടുള്ള നിലപാടുകളും നടപടികളും കോൺഗ്രസ് പാർട്ടി അയാൾക്കെതിരെ സ്വീകരിച്ചു. പറയേണ്ടി വരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ കെ സുധാകരൻ, രാഹുൽ, സജന ബി, യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് സജന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇടുക, രാഹുലിനൊപ്പമാണ് നിൽക്കുന്നതെന്ന് കെ സുധാകരൻ പറയുക, കെ സുധാകരൻ ബ്രിഗേഡ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിനെതിരെ സൈബർ ആക്രമണം നടത്തുക. അതിനുശേഷം ഇതാ അതിജീവിതയുടെ പരാതി വരുമ്പോൾ ഇതറിഞ്ഞിട്ടല്ല താനിത് പറഞ്ഞത് എന്ന് കെ സുധാകരന്റെ പ്രസ്താവന വരിക. ഇതൊരൊറ്റ എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ പലതും നടക്കുകയാണ്. എന്താണ് പറയുന്നത്, എന്താണ് പാർട്ടിയുടെ നിലപാടെന്ന് എന്തുകൊണ്ടാണ് എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായി ബോധ്യമില്ലാത്തത്?
നോക്കൂ, ഇത് എല്ലാവരും കോൺഗ്രസിന്റെ എല്ലാ ഉന്നത നേതാക്കളും ചേർന്നെടുത്ത ഒരു തീരുമാനമല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത 3 തരത്തിലുള്ള നടപടികൾ. ഇവിടെ ബഹുമാന്യനായ ശ്രീ കെ സുധാകരൻ അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഫോർമലായിട്ടുള്ള ഒരു പരാതി ഉന്നയിക്കുന്നതിന് മുമ്പ്, അതായത് സൈബർ ഇടങ്ങളിലോ അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിലോ ചില ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഉയർന്ന ഒരു ഘട്ടത്തിലാവാം ഒരുപക്ഷെ അത്തരത്തിൽ ഭിന്നാഭിപ്രായം ഉയർന്നു വന്നത്. പക്ഷെ അദ്ദേഹം ഇന്നലെ വളരെ കർശനമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എടുത്ത നിലപാട് തെറ്റായി പോയി എന്നും. അദ്ദേഹം അത് കോൺഗ്രസ് പാർട്ടിക്ക് അത്തരത്തിലുള്ള നിലപാടുകളല്ലേ സ്വീകരിക്കാൻ പറ്റൂ. കാരണം സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീയുടെ അഭ്യുന്നതിക്കും സ്ത്രീ സമത്വത്തിനും സ്ത്രീയുടെ ശാക്തീകരണത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പാർട്ടി ഏതാണ്? ഏത് കാലഘട്ടത്തിൽ എടുത്തു നോക്കൂ, ഈ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ സമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി കോൺഗ്രസ് സ്വീകരിച്ചതിന് സമാനമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി? കോൺഗ്രസ് പാർട്ടി അതിന്റെ അങ്ങേയറ്റത്തെ ധാർമ്മികത പുലർത്തുന്ന അത്തരത്തിൽ ജീവിച്ചു പോകുന്നവരാണ് കോൺഗ്രസ് പാർട്ടിയിലും അതിൽ വിശ്വസിക്കുന്നവരും അതിന്റെ സഹയാത്രികരും എല്ലാം. ആ ആദർശങ്ങൾ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ അവമതിക്കാനോ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുവാനോ അല്ലെങ്കിൽ ഇലക്ഷനിൽ അവർക്കെതിരെ ശരിക്കുള്ള പ്രചരണ തന്ത്രങ്ങളിൽ നിന്ന് വഴിമാറ്റി നീക്കുവാനോ ഒക്കെ ഉള്ള ശ്രമമാണ്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ CPM-നെ സംബന്ധിച്ച് ഭരിക്കുന്ന പാർട്ടിയാണ്. അതിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ ഒന്നൊന്നായി അഴിക്കുള്ളിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 6 പേരായി കഴിഞ്ഞിരിക്കുന്നു, 6 പേര് ജയിലിൽ അടച്ചിരിക്കുന്നു ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട്. അതിലെ ഏറ്റവും നോക്കൂ, DYFIയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ കമ്മിറ്റി അംഗം, 2 തവണ CPM-ന്റെ MLA ആയ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ജയിലിൽ കിടക്കുകയാണ്. അയാൾക്കെതിരെ ഒരു നടപടി പോലും പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിലാണോ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത്? ഇവിടെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യം എടുത്താലും ഈ കോൺഗ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഇത്ര ഉചിതമായിട്ടുള്ള ആർജവത്തോടു കൂടിയുള്ള നടപടി മറ്റേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നേതാക്കന്മാരുടെ നിലപാട് ഈ തരത്തിൽ അതിനെ അങ്ങനെ തന്നെ വായിച്ചു പോകാവുന്ന ഒരു സാഹചര്യവുമല്ല ഇപ്പോൾ നിൽക്കുന്നതും. ഞാൻ തിരികെ എത്താം. ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുക. ഇതൊരു വലിയ ബാധ്യതയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ വലിയ ബാധ്യതയായി ഈ വിഷയം മാറുക. ഭരണപക്ഷത്തെ വലിയ തരത്തിൽ ആക്രമിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുക. പക്ഷേ അപ്പോഴും അറസ്റ്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഇടതുപക്ഷം വൈകിപ്പിക്കുന്നതാണോ, ഭരണപക്ഷം വൈകിപ്പിക്കുന്നതാണോ, വൈകുന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടിടത്ത് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. പക്ഷേ അതില്ലാതെ പറ്റുകയുമില്ല. അത് ഒരു സ്ത്രീയുടെ, ഒരുപാട് സ്ത്രീകളുടെ പരാതികളും വേദനകളും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഒട്ടും ചെറുതായി കാണാൻ കഴിയുകയുമില്ല. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയോ അതോ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിലുണ്ടാകുന്ന ആ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു നീക്കമോ? അപർണ കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഒരുപാട് ഏറ്റവും അധികം ജനകീയ പ്രശ്നങ്ങൾ ഉയരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതായത് കൂടുതൽ ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് ഏറ്റവും ഉയർത്തപ്പെടുന്നതും അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായ ഒന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ, അസംബ്ലി ഇലക്ഷൻ ആയാലും പാർലമെന്റ് ഇലക്ഷൻ ആയാലും അതിൻ്റെ അകത്ത് 100% പൊളിറ്റിക്സ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് 100% പൊളിറ്റിക്സ് അല്ല, ഇഷ്യൂ ബേസ്ഡ് ഇഷ്യൂ എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട, സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഈ സമയത്ത് ഇതുപോലൊരു നാറിപ്പുഴുത്ത കേസ് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് മലയാളിയുടെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യമാണ്, പറയാതിരിക്കാൻ വയ്യ. എന്ത് ചെയ്യാനാ, നാറിയ കേസാണിത്. ഇപ്പൊ അപർണ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഞാൻ കഴിയുന്നത്ര ഒഴിഞ്ഞു മാറാനാണ് നോക്കിയത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞാല് അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിന്റെ മെമ്പർ അല്ല, അതല്ല, അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആണ്, ജനപ്രതിനിധിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. അന്ന് ഇപ്പം സാങ്കേതികമായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ കോൺഗ്രസിന്റെ MLA ആണ്. പിന്നെ പറയുന്നത് എന്താണ്, കെ സുധാകരൻ പറഞ്ഞു, അതായത് ഫോർമലായ ഒരു കംപ്ലൈന്റ് വരുന്നത് വരെ അല്ല, ഇത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഈ രീതിയിലുള്ള ഫോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അത് എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് അദ്ദേഹം സ്ത്രീകളോടും പെൺകുട്ടികളോടും എങ്ങനെയാണ് ഇടപെട്ടിരുന്നത്, അയച്ച മെസ്സേജുകൾ, ഇങ്ങനെ ഇത് നാട് മുഴുവനും അറിയാവുന്ന കാര്യമാണ്.
എല്ലാവർക്കും അതൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഈ ഒരു സംഭവം, ഈ ഒരു ഓഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ ഇത് പുറത്ത് ഈ ആരോപണം വന്നതിന് ശേഷം ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ ഇവർക്ക് ബോധോദയം ഉണ്ടായിട്ടല്ല ഇവര് ഇതിൽ നിന്ന് പുറത്താക്കിയത്, ഈ നടപടി എടുത്തത്. അതിന് മുമ്പും ഇവർക്ക് അറിയാമായിരുന്ന കാര്യമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് സീറ്റ് കൊടുത്തതും ഇയാളെ മത്സരിപ്പിച്ചതും ഇയാളെ ജയിപ്പിച്ചതുമല്ല. അത് നമുക്ക് എന്താ പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യമുണ്ട്, എനിക്കിതിൻ്റെ അത്ഭുതമൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ഒരു പാരമ്പര്യം തന്നെ എങ്ങനെയാണ്. നെഹ്റു മുതൽ ഇവിടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് അവരുടെ എന്താണ് ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. ഞാൻ തൽക്കാലം ഇതിനെക്കാട്ട് കൂടുതൽ പറയാനുണ്ടെങ്കിൽ പോലും അത് ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് മോശമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ അകത്ത് CPM-ന്റെ കളിയുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അറസ്റ്റ് ചെയ്ത് അകത്താക്കി കഴിഞ്ഞാൽ ഈ വാർത്ത അങ്ങ് കഴിഞ്ഞു, അതിന്റെ പ്രാധാന്യം അങ്ങ് പോയി. അറസ്റ്റ് ചെയ്യുന്നത് വരെ, എന്നാൽ അതുവരെ കഴിയുന്നത്ര ഈ തെരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഇതൊരു സജീവ ചർച്ചാ വിഷയമാക്കി നിർത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് CPM ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഒരു കാര്യം ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എന്താണ് ഇതുപോലുള്ള സ്ത്രീ വിഷയങ്ങൾ കൊണ്ടുവരിക, അത് മോശമല്ലേ, ജനകീയ വിഷയങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്, ഒക്കെ ശരിയാണ്. ഈ വിഷയം ഉണ്ടാക്കിയത് ആരാണ് എന്റെ സഹോദരൻ? ഇത് ആരാണ് ഇത് ഉണ്ടാക്കിയത്? നിങ്ങൾ തന്നെ വടിയെടുത്ത് കൊടുത്തിട്ട് പ്രതിപക്ഷത്തിന്റെയും CPM-ന്റെ കയ്യിലും സർക്കാരിന്റെ കയ്യിലും BJP-ക്കാരുടെ കയ്യിലും ഒരു വടി എടുത്തു കൊടുത്തിട്ട് തല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് അവര് കിട്ടിയ താപ്പിന് അടിച്ച് പുറം വിളിക്കുമ്പോ അയ്യോ തല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. നിങ്ങളുടെ കുഴി നിങ്ങൾ വെട്ടിയതാണ്. ഇതിപ്പോ പുറത്ത് ഒരൊറ്റ കോൺഗ്രസ്സുകാരിൽ നിന്നും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യർക്ക് പുറത്തിറങ്ങി ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ആ ഗതിയിലേക്ക് നിങ്ങളെ എത്തിച്ചത് നിങ്ങളുടെ പ്രവൃത്തികളാണ്. അല്ലാതെ അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഇതിപ്പം ഇതിന്റെ കൂട്ടത്തിൽ ഇന്ന് രാഹുൽ ഈശ്വറും അകത്തായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ അപർണ. ഞാനതാ പറഞ്ഞു, ഇന്നിവിടെ രാഹുൽ ഈശ്വർ ചർച്ചയിൽ ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാര്യം നമുക്ക് ഒരു തരത്തിലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അംഗീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് പറയണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നികൃഷ്ടമായ രീതിയിലാണ് ഈ രാഹുൽ ഈശ്വറും കൂടെ ചേർന്ന മറ്റേ സന്ദീപ് വാര്യരും എല്ലാം കൂടെ ആ സ്ത്രീയെ അപമാനിച്ചുകൊണ്ടിരുന്നത്. ഇത് നേരിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്നും ഇങ്ങനെ ഒരു ലാപ്ടോപ്പും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ ഇരുന്ന് ഒന്ന് പറയുന്നേക്കാം. ഞാൻ പേര് പറഞ്ഞിട്ടില്ല. എന്തിനാ പേര് പറയുന്നത്? കറുത്ത നിറമാണ്, പറന്ന് നടക്കുന്നതാണ്, കാക്കാന്ന് കരയുന്നതാണ്. പക്ഷെ ആ പക്ഷിയുടെ പേരിനെ പറയില്ല കേട്ടോ എന്ന് പറയുന്ന മാതിരിയാണ് ഈ രാഹുൽ ഈശ്വർ ഇത്രയും ദിവസം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ നിങ്ങളൊക്കെ ഞാൻ വീണ്ടും കുറ്റം നിങ്ങളെ തന്നെ പറയുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ധാർമ്മികതയൊക്കെ പറയുന്നു. ഈ അധാർമികമായ പ്രവർത്തികൾ ഇങ്ങനെ ചെയ്യാൻ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള നീച ജന്മങ്ങൾക്ക് അവസരം കൊടുക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അയാളുടെ സ്വന്തം പ്ലാറ്റ്ഫോം പറയുമായിരിക്കും, പക്ഷേ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് എത്തുന്ന രീതിയിൽ ഇത്ര അധാർമികനായ നീചനായ ഒരു വ്യക്തിക്ക് അയാളുടെ ആ നീചത്തരം അതിലെനിക്ക് വിയോജിപ്പുണ്ട് ശ്രീ ഷാബു പ്രസാദ്. ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരാൾ വരുമ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വലിയ വിഭാഗം ഒരു വശത്തുണ്ട് എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് ചാനൽ ചർച്ചകൾ. ചാനൽ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു അക്കോമഡേഷൻ വരുന്നത് ഈ ഒരു വാദവും കൂടിയുണ്ട്. എല്ലാ വിഷയത്തിനകത്തും അങ്ങനെ ഒരു വാദം കൂടി അപ്പുറത്തുണ്ട്. ആ വാദങ്ങൾ കൂടി ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് അല്ലാതെ പറയുന്ന വാദത്തെ വ്യക്തിപരമായിട്ടോ മാധ്യമം എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ ഉള്ള നിലപാടല്ല. അതും ഇതിന്റെ ഭാഗമാണ്. ആ ഒരു വാദം പറയുന്ന സമൂഹത്തിലുണ്ട്. രാഹുൽ ഈശ്വറിന്റെ പല വീഡിയോകൾക്കും കിട്ടുന്ന റീച്ച് തന്നെ ഈ വാദത്തെ അംഗീകരിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും രാഹുൽ പറയുന്നതിനപ്പുറത്തേക്ക് ആ വാദങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരും ഉള്ളത് കൊണ്ടാണ്. ഞാൻ തിരികെ എത്താം. VK സനോജ് കൂടെ നമുക്കൊപ്പം. സനോജ്, രാഹുൽ ഈശ്വറിനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ കേരള പോലീസിന് ഒരു തുമ്പുമില്ലാത്ത സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകാതിരിക്കുകയും രാഹുൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഗുണമുണ്ടാകുന്നത്, ഈ വിഷയം ഇങ്ങനെ ആളിക്കത്തിച്ച് നിർത്തിയാൽ ഗുണം കിട്ടുന്നത് ഭരണപക്ഷത്തിനാണ് എന്നുള്ളതിൽ എന്താണ് തർക്കം? വലിയ തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വലിയ വിഷയമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആ വിഷയം ഉയർത്തിപ്പിടിക്കുന്ന സമയത്താണ് വീണ്ടും
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നത്. അതുകൊണ്ട് ഇത് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് CPM ആണ്, ഭരണപക്ഷമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിൽ കഴമ്പില്ലാതുണ്ടോ? അപർണ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണം മാത്രമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു പ്രവർത്തനം മുൻനിർത്തിയിട്ടൊന്നും വോട്ട് ചോദിക്കേണ്ട, അതിനെ കേന്ദ്രീകരിച്ച് ഒരു ചർച്ച നടത്തി വോട്ട് പിടിക്കേണ്ട ഗതികേടൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ ഇല്ല. ഇടതുപക്ഷത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നു, പ്രാദേശിക വികസന കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നു. അതിൻ്റെ കൂടെ എന്തിനു വേണ്ടി ഇടതുപക്ഷമാവണം എന്ന ചോദ്യത്തിന് ജീവിത അനുഭവത്തെ മുൻനിർത്തിയിട്ട് ഓരോ വോട്ടറും എന്തുകൊണ്ട് ഞാൻ ഇടതുപക്ഷമാവുന്നു എന്ന് പറയുന്നൊരു ഘട്ടമാണ്. അപ്പം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അതറിയാത്തത് കൊണ്ടല്ല. അപ്പം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വെച്ചിട്ടല്ല കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനങ്ങളോട് നിങ്ങളുടെ റിപ്പോർട്ടർമാരെ വിവിധ കേന്ദ്രങ്ങളിൽ അയച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഞങ്ങളുടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ കുടുംബയോഗത്തിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് രാവിലെ മുതൽ നിരവധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെല്ലാം ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള വികസനവും കേരളത്തിൻ്റെ വികസനവും എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി കാര്യം ഉപയോഗിക്കുന്നു എന്ന തലത്തിലേക്ക് ഇതിനെ ചുരുക്കിക്കെട്ടരുത് എന്ന് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള കൊടിയ പീഡനങ്ങൾ സംബന്ധിക്കുന്ന വാർത്തകൾ നേരത്തെ തന്നെ പൊതുസമൂഹത്തിൽ വരുന്നു. പക്ഷെ ഭയം കൊണ്ട് പെൺകുട്ടികൾക്ക് രേഖാമൂലം പരാതി കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിലൊരു പെൺകുട്ടി ഇപ്പം ധൈര്യപൂർവ്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു. അത് വാർത്തയാവുന്ന സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടം മുങ്ങിയിരിക്കുകയാണ്. എവിടേക്കാണ് മുങ്ങിയത് എന്ന് കണ്ണൂരിലെ സുധാകരനോടോ അല്ലെങ്കിൽ സന്ദീപ് വാര്യരോടോ അല്ലെങ്കിൽ അവരെ ഇപ്പോഴും നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം, എങ്ങോട്ടാണ് നിങ്ങൾ രാഹുലിനെ ഒളിപ്പിച്ചത് എന്ന്. ഇപ്പം രാഹുലിനെ സംരക്ഷിക്കാനും ഒളിവിൽ പാർപ്പിക്കാനുമെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നല്ലതുപോലെ മുൻകൈ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ കേരളത്തിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് നമുക്ക് അറിയാലോ. കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ്. എന്ന് ഞങ്ങൾ AKS എന്നത് പത്രക്കുറിപ്പ് വിട്ട് പറഞ്ഞതല്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ നിരവധി പുരസ്കാരങ്ങൾ കേരളത്തിലെ പോലീസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടമല്ല, ഏത് രാഹുൽ ഈശ്വരായി കഴിഞ്ഞാലും കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ നിന്ന് അധിക കാലം ഒറ്റയൊരുത്തനും ഒളിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പം 2 ദിവസമായിട്ട് അയാളെ കാണുന്നില്ല എന്ന കാര്യം സത്യം തന്നെയാണ്. പോലീസ് ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഒടുവിൽ പിടിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് അയാളെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നു എന്നല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നീണ്ടുപോകുന്നു എന്നല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അയാളെ പോലെയുള്ള പെർവെർട്ടുകളെ സംരക്ഷിക്കുന്ന അശ്ലീല യൂട്യൂബർമാരായിട്ടുള്ള ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ക്രിമിനലുകൾ, അയാളെ സംരക്ഷിക്കുന്ന സന്ദീപ് വാര്യരെ പോലെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽപ്പെട്ട ആളുകളുടെ നിലപാടുകൾ, ഇതൊക്കെയാണ് വളരെ ഗൗരവമായി ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു പെൺകുട്ടിയുടെ മാത്രം കേസല്ലല്ലോ. പല ആളുകളും ഇപ്പോൾ ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ച് പറയുന്നു, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാണല്ലോ. യഥാർത്ഥ ഒരു പെൺകുട്ടി മാത്രമല്ലല്ലോ. ഇവിടെ നിങ്ങളുടെ ചാനലിൽ കൂടി തന്നെ എനിക്ക് തോന്നുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ കൂടി ശബ്ദ സന്ദേശം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ന്യൂസ് 8 വിട്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും കുറേയേറെ ചാനലുകൾ ആ ഒരു ശബ്ദ സന്ദേശം വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഒരു പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനം സംബന്ധിച്ച്. വിവാഹ വാഗ്ദാനം നൽകപ്പെട്ടു എന്നത് ചതിക്കപ്പെട്ടു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടി, ഒരു KSUക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ചില വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്, മറ്റു ചില കാര്യങ്ങൾ സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നിരവധി പെൺകുട്ടികളെ തൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തി, തനിക്ക് സംഘടനയുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്തി, തൻ്റെ മറ്റ് സെലിബ്രിറ്റി പരിവേഷം ഉപയോഗപ്പെടുത്തിയിട്ട് നല്ലതുപോലെ സ്വാധീനിച്ച് പീഡിപ്പിച്ചു എന്നതാണ് കാര്യം. ഇത് കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാവുന്ന കോൺഗ്രസിന്റെ നേതൃത്വം ഇതെല്ലാം അറിഞ്ഞിട്ടുമാണ് ഇദ്ദേഹത്തെ MLA ആക്കി വെച്ചത്. ഇദ്ദേഹത്തെ പേരിന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് എങ്ങോട്ടാ ഇയാളെ കൊണ്ടുപോയത്? നേരെ പാലക്കാട് കൊണ്ടുപോകുന്നു. പാലക്കാട് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഇയാൾക്ക് സിന്ദാബാദ് വിളിക്കുന്നു, ഷാൽ അണിയിക്കുന്നു, MLA ഓഫീസിന് കാവലിരിക്കുന്നു, പോകുന്നിടത്തെല്ലാം ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയിട്ട് ജയ് വിളിപ്പിക്കുന്നു അല്ലേ? അല്ല സനോജ്, ഇതെല്ലാം ചെയ്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് സൈബർ ഇടത്തിൽ പ്രതിപക്ഷ നേതാവ് തൊട്ട് രമേശ് ചെന്നിത്തല തൊട്ട് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ തൊട്ട് പുലഭ്യം നേരിടുന്നത് ഈ കോൺഗ്രസിന്റെ അതേ പേരുള്ള സൈബർ അണികളാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ കഴിയും? 3 തവണ നടപടിയെടുത്തു, ഇനി നിയമമാണ് നടപ്പിലാകേണ്ടത് എന്ന് പറയുന്നിടത്ത് ഒരു കേരളത്തിലെ എന്താണ് നടപ്പാവാത്തത്? ഇവിടെ എന്താണ് നടപ്പാവാത്തത്? ഒരു പരാതി കിട്ടുന്നു,
പ്രതി മുങ്ങുന്നു. 2 മാസമായ മുങ്ങിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഇനി പ്രതിയെ പിടിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പ്രതി ഉന്നതനാണ്, ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു MLA ആണ്. അയാളെ ഇപ്പോഴും ആ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് മറ്റു പല സംസ്ഥാനത്തും ഭരണമുള്ള പാർട്ടിയാണ്. ഇപ്പൊ കർണാടകയിലെ കോൺഗ്രസിനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടുത്തെ കോൺഗ്രസ് അയാളെ സംരക്ഷിക്കണോ നോക്കേണ്ടതുണ്ട്. അപ്പോൾ MLA എന്ന നിലയിൽ പലവിധ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ട് കുറച്ചു കാലം അയാൾക്ക് പോലീസിനെ എല്ലാം വെട്ടി നിൽക്കാൻ വേണ്ടി കഴിയുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഇവിടെയുള്ള നിയമ സംവിധാനം ആകെ തകർന്നു പോയി, അതെല്ലാം ഭരണപക്ഷം ഏറ്റുകൊള്ളണം എന്നൊന്നും വ്യാഖ്യാനിച്ച് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകരുത്. അതുകൊണ്ട് അയാളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ആരുടെ കൈകൾ എന്നും കൂടി ഇപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാരാ? കേരളത്തിൽ കോൺഗ്രസ് നേതാവ് ഉണ്ടോ? ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു, അയ്യോ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു, പിന്നെന്താ പ്രശ്നം, പിന്നെ ഞങ്ങളുടെ കോൺഗ്രസിൽ പിന്നെ എന്താ പറയുന്നത്, പലർക്കും പല അഭിപ്രായം ഉണ്ടാവും, അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന്. ഏത് ഈ ഭൂലോക പർവ്വത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിൽ ആളുകൾക്ക് അവകാശമുണ്ടോ? അങ്ങനെ അവകാശം കൊടുക്കുന്ന പാർട്ടിയാണോ കോൺഗ്രസ്? കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വീക്ഷണം പത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വീക്ഷണം പത്രത്തിനകത്ത് രാഷ്ട്രീയ വേട്ടയുടെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇവിടെ പറയേണ്ടത്, ഈ അതിജീവിതയുടെ കൂടെയാണോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത്, അല്ലെങ്കിൽ ശരി, അത് ഞാൻ നേരത്തെ കോൺഗ്രസ് പാനലിസ്റ്റോട് ചോദിച്ചാണ്. ശരി സനോജ്, ഞാൻ തിരികെ എത്താം. ആ പോയിന്റ് അവിടെയാണ്, ഞാൻ അതിലേക്ക് തിരികെ എത്താം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഒരുപാട് വൈകില്ല, എപ്പോഴാണെങ്കിലും അത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് CPM പറയുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ട് ഇതൊരു മുൻകൂർ ജാമ്യത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത, അറസ്റ്റ് വൈകുന്നതാണോ അതോ വൈകിപ്പിക്കുന്നതാണോ, അറസ്റ്റിലേക്ക് കടക്കുമോ, അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ നിയമപരമായിട്ടുള്ളൊരു വിഷയമാണ്. സൈബർ ആക്രമണം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ്, അതിൽ ചോദ്യം ചെയ്യാൻ മറ്റൊരു വിഭാഗത്തെ വിളിപ്പിച്ചിരിക്കുന്ന മറുവശത്ത് നടക്കുകയാണ്. നിയമപരമായിട്ട് അതിജീവിതയ്ക്ക് ആശ്വാസമാകുന്ന, പിന്തുണ നൽകുന്ന എന്ത് പ്രതീക്ഷയാണ്, ഏതെല്ലാം പോയിന്റുകളാണുള്ളത് ഈ സമയത്ത്? ആക്ച്വലി ഈ ഒരു കേസ് കുറച്ച് വൈകിപ്പോയെങ്കിലും കൃത്യമായി തന്നെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാല് എപ്പോഴും വൈകി വരുന്ന നീതിയല്ല എന്ന് നമ്മൾ പറയും. എന്നിരുന്നാലും വേണ്ടുന്ന സെക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ബലാത്സംഗ കേസിന്റെ സെക്ഷൻ ഇട്ടിട്ടുണ്ട്, നിരന്തരം പീഡിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഉന്നത ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് പീഡിപ്പിക്കുന്നത്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നത്, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹറാസ്മെന്റ് ഉണ്ടാവുന്നത്, പിന്നെ MTP ആക്ട് പ്രകാരമുള്ളത്, അതുപോലെ വിശ്വാസവഞ്ചന നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, IT ആക്ട് പ്രകാരമുള്ളത് എന്ന് തുടങ്ങി ഇപ്പൊ മനസ്സിലാകുന്നത് FIR നല്ല സ്ട്രോങ് ആയി തന്നെ വന്നിട്ടുണ്ട് എന്നാണ്. ഇതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, കേരള പോലീസിനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു FIR വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വേണ്ടുന്ന എല്ലാ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ മൊഴികളൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തെയും ആ സമയത്ത് നിസ്സാരക്കാരനല്ലല്ലോ, നമ്മളുടെയൊക്കെ പ്രതിനിധിയായിട്ടുള്ള, പാലക്കാട് പ്രതിനിധിയായിട്ടുള്ള ഒരു MLA അല്ലേ. അപ്പോ അദ്ദേഹത്തെ കാണാനില്ല എന്നൊരവസ്ഥ വരുന്നത് നമുക്ക് മോശമാണ്. കാരണം ഒരു MLA ഒരു പ്രിവിലേജ്ഡ് മാൻ ആണ്, അദ്ദേഹം എവിടെയുണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ കൃത്യമായി തന്നെ അറിയേണ്ടത് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ പെട്ടെന്ന് ഒരു MLA കാണുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണ പ്രതികളെ ഒളിക്കുന്ന പോലെയല്ല, അദ്ദേഹം അത്രയും വിസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരാൾക്ക് ഒളിക്കാൻ സമയം കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ വീഴ്ചയാണ് നമുക്ക് പറയേണ്ടി വരും. അല്ല, അത് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇതൊരു ചെറിയ വീഴ്ചയാണെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത്. 2 ദിവസം എന്നാണ് നേരത്തെ VK സനോജ് പറഞ്ഞു. ഈ 2 ദിവസം കൊണ്ടാണ് ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി മുഴുവൻ സമൂഹ മാധ്യമങ്ങളോട് പുറത്തു പോയിരിക്കുന്നത്. പരാതിക്ക് ശേഷം, മുങ്ങിയതിന് ശേഷം ഉണ്ടായത് മുഴുവൻ ഒരു വലിയ കൂട്ടം വന്നിട്ട് ഈ പെൺകുട്ടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലടക്കം കമന്റുകൾ നടത്തി ഇതാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിടുകയായിരുന്നു. ഇനിയിപ്പം പൊങ്ങിയാലും പിടിച്ചാലും അറസ്റ്റിലായാലും മുൻകൂർ ജാമ്യം എടുത്താലും എന്താകും അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം നേരിട്ട സൈബർ ആക്രമണം ബാക്കി തുക എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതെ, ഈ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള സമയം നൽകലുണ്ടല്ലോ, അത് സാധാരണക്കാർക്ക് അവൈലബിൾ ആയിട്ടൊരു കാര്യമല്ല. എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഉന്നതര് പിടിക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ കേസിൽ പ്രതിയാകുന്ന സമയത്ത് അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാനും, അങ്ങനെ മുൻകൂർ ജാമ്യത്തിന്റെ കേസ് നിലവിലുള്ള സമയത്ത് പലപ്പോഴും അറസ്റ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. എന്നാൽ അതേസമയം തന്നെ ഈ മുൻകൂർ ജാമ്യം എടുക്കാനൊരു അവസരവും ഇല്ലാതെ, അതും ഇത്രയും ക്രൂരമായിട്ടുള്ള
കേസുകൾ, ഇത്രയും വലിയ കോഗ്നൈസബിൾ ഒഫൻസും നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടുള്ള ഈ മാറ്റേഴ്സ് ഉള്ളപ്പോ നിസ്സാര കേസുകളൊന്നും അല്ലല്ലോ. അപ്പൊ ആ സമയത്ത് അതും നിസ്സാരക്കാരനായ മനുഷ്യനുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്ന ഒരു നല്ല കീഴ്വഴക്കമല്ല എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. സഖാവ് നേരത്തെ സൂചിപ്പിച്ചു 2 മാസമായില്ലല്ലോ. 2 മാസമൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്ര മോശമാണ്, അങ്ങനത്തെ ഒരു വാക്യം ഉപയോഗിക്കാൻ പാടില്ല. 2 ദിവസമായി എന്നുള്ളതിൽ നമുക്കൊരു കുറ്റബോധമാണ് വേണ്ടത്. കാരണം നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹമാണ് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണത്. അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലേ, കമ്മ്യൂണിസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ മറ്റാൾക്കാരല്ലേ എന്ന് പറയല്ലേ. കാരണം നമ്മൾ ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ നമ്മുടെ നിയമസഭയിലെ നിയമസമാജികനാണ്. അപ്പൊ ഈ നിയമസമാജികൻ പാലക്കാട് വരുമ്പോൾ മാത്രമല്ല പോലീസിന്റെ പ്രൊട്ടക്ഷൻ ബഹുമാനവും കിട്ടുന്നത്. അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിൽ വന്നാലും എന്റെ നാട്ടിൽ വന്നാലും അദ്ദേഹത്തിന് സീറ്റും ഉണ്ട്, ബഹുമാനവും ഉണ്ട്, പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവിധ പ്രിവിലേജസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ തന്നെയാണ് സംരക്ഷിച്ചത് എന്നും കൂടി നമ്മളിപ്പോ പറയേണ്ടി വരും. കാരണം അത് കോൺഗ്രസ് മാത്രം സംരക്ഷിക്കുന്ന കാര്യമല്ല, നമുക്ക് ഓരോരുത്തരും അതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഒരു പ്രതിയായി ഇങ്ങനെ വിലസാൻ മാത്രം കോട്ടൻകോട്ടില് ഇങ്ങനെ വിലസാൻ മാത്രം സൗകര്യങ്ങളുള്ള ഒരവസ്ഥ മോശം കീഴ്വഴക്കമാണ്. അപ്പൊ ഇതിൽ മുൻപും MLA-മാര് പ്രതിയായ സമയത്തും കൃത്യമായ നടപടികൾ സമയത്തിന് എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രതിക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്നതും. അതുപോലെ തന്നെ നിലവിലുള്ള ഭരണകൂടത്തിന് നേരെ ആളുകൾക്ക് കല്ലെറിയാൻ അവസരം കിട്ടുന്നതും. അപ്പോ ഒരാളുടെ പേരിൽ FIR ഇട്ട് കിട്ടാൻ തന്നെയുള്ള പാട് ഇത്രയൊന്നും വേണ്ട. അപ്പൊ FIR ഇടാൻ ഇത്ര സമയം എടുക്കുന്നു, FIR ഇട്ടതിന് ശേഷം പ്രതിയെ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് ഒരു വീഴ്ചയാണെന്ന് തന്നെ പറയാതെയും സമ്മതിക്കാതെയും തരമില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് സത്യസന്ധമായി നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ജനങ്ങളുടെ ഒപ്പം തന്നെയാണെന്ന്. അവിടെ നമ്മൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ല, നമ്മൾ കേരള പോലീസിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ല, ആരെയും മനോവീര്യം തകർക്കുകയുമല്ല. പകരം അവർക്ക് നമ്മളൊരു വാർണിംഗ് കൊടുക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോൾ അത് സർക്കാരിന്റെ പ്രതിച്ഛായക്കാണ് മോശം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ എന്തിനോ ഭയപ്പെട്ടോ പേടിച്ചോ ഒന്നും സഹായിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ന് പറയുന്നത് സർക്കാരിനെയാണ്. കാരണം നമ്മുടെ ആണല്ലോ സർക്കാർ, അതിന് രാഷ്ട്രീയമില്ലല്ലോ. സർക്കാർ ആയിക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമില്ല, തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയമുള്ളൂ എന്നൊരു മെസ്സേജ് ആണ് നമ്മൾ നൽകേണ്ടത്. അത് നൽകുന്നില്ല എന്ന പരാതി എനിക്കുണ്ട്, എന്നെ പോലെയുള്ള ആളുകൾക്കുണ്ട്. യെസ്, തീർച്ചയായിട്ടും. ആശുണ്ണിത്താൻ പറഞ്ഞതിന്റെ മറുപടി സനോജാണ് പറഞ്ഞത്. ഞാൻ സനോജിലേക്ക് വരുന്ന മുമ്പ് അജു, ഈ 48 മണിക്കൂർ വക്കാലത്ത് ഒപ്പിടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നു, അതിനുശേഷം വരുന്ന വീഡിയോകൾ, അത് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും സന്ദീപ് വാര്യരുടെ ഭാഗത്തുണ്ടായ പോസ്റ്റ് ആണെങ്കിലും അതിലെ ചിത്രം പിന്നെ പുറത്തു വന്ന് അത് പിന്നീട് പിൻവലിച്ചാലും ആ ചിത്രം എവിടെയെല്ലാം സർക്കുലേറ്റ് ചെയ്തു, എവിടെയെല്ലാം ഓടി. കേരളത്തിലെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കഴിഞ്ഞ 48 മണിക്കൂർ കണ്ടത് ഒരു അതിജീവിതക്കെതിരെയും നടക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ സമയങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു കേസുകളിലത്തും ഉണ്ടാകാത്ത രീതിയിൽ അതിജീവിതക്കെതിരെ പ്രചാരണങ്ങളും ക്യാമ്പയിനുകളും വളരെ എളുപ്പത്തിൽ നടക്കപ്പെടുകയും ചെയ്തു. ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞ പോലെ അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് അല്ലേ നടന്നത് മുഴുവൻ? ഒന്നാമത് ഈ ഇഷ്യൂ നമ്മൾ വിവിധ തലത്തിൽ കാണേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം ലീഗലി, അതായത് നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനൊക്കെ അപ്പുറം അയാൾ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാൻ അർഹനല്ല, അയാൾ ഇനിയും പൊതുസമൂഹത്തിൽ നിൽക്കാൻ അർഹനല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം ഒരാൾക്ക് ഇനി അയാളിലേക്ക് എങ്ങനെ വിശ്വസിച്ച് പോകാനാവും, അല്ലെങ്കിൽ അയാളിലേക്ക് ഒരാൾക്ക് തന്റെ ഭാര്യയെ എങ്ങനെ വിശ്വസിച്ച് വിടാനാവും? അത്തരത്തിലൊരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ വിശ്വാസ്യത ഏത് തലത്തിൽ നഷ്ടമാകാമോ ആ തലത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ എന്ന ജനനേതാവിന്റെ MLA-യുടെ വിശ്വാസം ഇവിടെ പോയിരിക്കുന്നു. ഇനി അയാൾ അവിടെ തുടരാനായിട്ട് അർഹനല്ല. തുടർന്നാൽ 6 മാസങ്ങൾക്കപ്പുറം അയാൾ വീഴും. കോൺഗ്രസ് ഇനി അയാൾക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് എന്തായാലും വ്യക്തമായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ബഹുമാനം തോന്നി. മറ്റേത് പാർട്ടിയും കാണിക്കുന്നതിനേക്കാൾ അപ്പുറം ആർജവം കോൺഗ്രസ് നേതൃത്വം ഈ ഒരു കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് തള്ളി പറയാനായിട്ടുള്ള ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് VD സതീഷിനെ പോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാള് തന്റെ കൂട്ടത്തിലുള്ള ഒരു MLA ആദ്യ നിമിഷം തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അയാൾ ഇതുവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. K. മുരളീധരൻ ഇന്ന് വന്ന് പറയുന്ന അയാൾ ആരാണ് എന്നുള്ള തരത്തിൽ ചോദ്യം ചെയ്യുന്ന പോലെ നമുക്ക് അയാളുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള തരത്തിൽ വന്ന് പറയാനായിട്ട് ആർജവം കാണിച്ചിട്ടുണ്ട്. ഉണ്ണിത്താനെ പോലെ ഒരു MP വന്ന് തള്ളിപ്പറയുന്നു. ഇങ്ങനെ അതേപോലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നായിട്ട് തള്ളിപ്പറയും. അത്തരത്തിലൊരു സാഹചര്യം എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ ഇവിടെ പറയുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനിയൻ ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഈ നിമിഷം വരെ എവിടെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിഫെൻഡ് ചെയ്തതായിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്നതായിട്ട്, രാഹുലിനെ ന്യായീകരിക്കുന്നതായിട്ട് നമുക്ക് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസം അല്ല അജു, നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പലതവണ ഒരേ വാചകം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഡിഫെൻഡ് ചെയ്യാതിരിക്കലും പിന്തുണ കൊടുക്കലും ഒന്നാണെന്ന് കരുതുന്നില്ല. ഇത് പറയുകയും പിന്നെ അവരുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ ബ്രിഗേഡ് അവരുടെ അതേ പാർട്ടിയിലെ വനിതാ നേതാക്കന്മാരെ പുളിച്ച തെറി വിളിക്കുകയും ചെയ്യുന്നതൊക്കെ പിന്തുണയാണെന്ന് അജുവിന് തോന്നുന്നുണ്ടെങ്കിൽ സോറി, അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, എനിക്ക് ഈ നിമിഷം വരെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വ്യക്തമായിട്ട് എന്റെ കൺമുമ്പിൽ ഇത് തോന്നിയിട്ടില്ല. കാര്യം ഷാഫി പറമ്പിൽ വന്ന് പറയുമ്പോഴെല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകും, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നേരിടും എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കോട്ട കെട്ടി രാഹുലിനെ സംരക്ഷിക്കും എന്നൊന്നും പറഞ്ഞില്ല, അല്ലെ അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ ഓടിയിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഷാഫി പറമ്പിൽ ഇതുവരെ മാന്യത കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു സുഹൃത്ത് ചെയ്താൽ, നമുക്കെല്ലാം സുഹൃത്തുക്കളുണ്ട്, നമുക്ക് 100 കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. ഞാൻ ചോദിക്കുന്നത് സൈബർ വെട്ടുകിളികളെ അഴിച്ചുവിട്ടിരിക്കുന്നത് CPM ആണോ? അല്ലല്ലോ. സൈബർ വെട്ടുകിളികളെ അഴിച്ചുവിട്ടിരിക്കുന്നത് ഷാഫി പറമ്പിലാണോ? അല്ലല്ലോ. ഷാഫി പറമ്പിലാണ് എന്നുള്ളത് എന്ത് അടിസ്ഥാനമുള്ളത്? ഇവിടെ ഷാഫി പറമ്പിലിന്റെ മേളിൽ ഈ കാര്യം കൂടെ ഞാൻ ഷാഫി പറമ്പിൽ ഒരു ആരാധന ഒരു കാലത്ത് ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന വാർ ഗ്രൂപ്പാണ്. ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന ഷാഫി പറമ്പിലാണ് ഞാൻ പറയുന്നു. ഷാഫി പറമ്പിലും കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങളും ഇവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിന് അസൂയ അയാളെ ടാർഗറ്റ് ചെയ്യുന്ന കളിയാണ് നടക്കുന്നത്. നമുക്കെല്ലാം 100 കണക്കിന് സുഹൃത്തുക്കളുണ്ട്, നമുക്കെല്ലാം 1000 കണക്കിന് സുഹൃത്തുക്കളുണ്ട്. ആത്മസുഹൃത്തുക്കൾ 10 പേര് കാണും. ഈ ആത്മസുഹൃത്തുക്കൾ കാണിക്കുന്നത് നമ്മളാണ് ഉത്തരവാദി. നമ്മുടെ ആത്മസുഹൃത്തുക്കളെ നമ്മളോട് ചെയ്യുന്നത്. എന്റെ സമയമായി നമ്മുടെ സുഹൃത്തുക്കൾ കാണിക്കുന്നത്. രാഹുൽ ഈശ്വർ അകത്തായപ്പോ ഒരാളെ കിട്ടിയല്ലോ ചാനലില്, ഗംഭീരായിട്ടുണ്ട്. രാഹുൽ ഈശ്വർ എന്നെ രാഹുൽ ഈശ്വറിനെ വണ്ടിയിൽ കെട്ടാനായിട്ട് നോക്കണ്ട, എന്നെ രാഹുൽ ഈശ്വറുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് നോക്കണ്ട. രാഹുൽ ഈശ്വറിനെ പോലെ വഴിയ പോകുന്ന എല്ലാ കേസുകളും ഞാൻ ഈ നിമിഷം പറയുന്നു, രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണ്. പക്ഷെ ആ തെറ്റ് ഷാഫി പറമ്പിലിന്റെ മേൽ കെട്ടിവെക്കാനായിട്ട് ശ്രമം അംഗീകരിക്കാൻ പറ്റുന്നല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. അല്ല ഞാൻ ഷാഫി പറമ്പിലെ ആളോ ഷാഫി പറമ്പിലെ ന്യായീകരിക്കുന്ന ആളോ ഈ കാര്യത്തിൽ ബോധപൂർവമായിട്ട് ഷാഫി പറമ്പിൽ ഇമേജ് തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നില്ല. പിന്നെ രാഹുൽ ഈശ്വറിന്റെ വണ്ടികളൊന്നും എന്നെ കെട്ടണ്ട, രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലൊന്നും എന്നെ പെടുത്തണ്ട. ഞാൻ ഒരു പരിധി വരെ ഈ പുരുഷന്മാർ ഇവരെ അവഗണന നേരിടുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുന്ന ഒരാളൊക്കെ. പക്ഷെ രാഹുൽ ഈശ്വറിനെ പോലെ വഴിയെ പോകുന്ന കേസുകളെല്ലാം ഏറ്റെടുക്കുകയും രാഹുൽ ചെയ്തവർ, അതായത് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയാണെന്നൊന്നും പറയുന്ന ആളൊന്നുമല്ല. രാഹുൽ ചെയ്തത് തെമ്മാടിത്തരമാണ്. രാഹുൽ ജനപ്രതിനിധിയായിട്ടിരിക്കാൻ യോഗ്യനല്ല. രാഹുൽ അഭിപ്രായമുള്ള ആളുകൾ. ഞാൻ പറയുന്നത് ഷാഫി ഈ കെട്ടിപ്പെടുത്താൻ ശ്രമിക്കണ്ട, ഷാഫി ഈ വണ്ടി കെട്ടാൻ നോക്കണ്ട എന്നുള്ളതാണ്. നിങ്ങൾ ഷാഫി ലിങ്ക് ഞാൻ ആ നിമിഷം അജു ഇപ്പെടുത്ത കേസ് ഏതാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസല്ലേ? വഴിയെ പോകുന്ന എല്ലാം എടുക്കണ്ട. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയത് എങ്ങനെയാണ്? രാഹുൽ ഒരു നിമിഷം പോലും ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ യോഗ്യനല്ല, ഈ പണി നിർത്തി പോകുന്നതോടെ തുടങ്ങിയാണ്. ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിലിനെതിരെയുള്ള അറ്റാക്കിനാണ്. അല്ല അജു, ഒറ്റ കാര്യം അജു, റീൽസ് ഇടുമ്പോൾ ലൈക്ക് ചെയ്യാൻ യൂത്ത് ബ്രിഗേഡ് ഒരുമിച്ച് അജു നിലമ്പൂർ ഇലക്ഷൻ വരെ റീൽസ് ഇടുമ്പോൾ ഒരുമിച്ച് റീൽസ് ഇടുമ്പോൾ ലൈക്ക് ചെയ്യാൻ യൂത്ത് ബ്രിഗേഡ് ഒരുമിച്ച് ആക്രമണത്തിന് ഈ കൂടെ നിൽക്കുന്നവർക്ക് പങ്കില്ല എന്നാണോ? ഷാഫി പറമ്പിൽ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഷാഫി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഷാഫി ഷാഫിയോട് മാധ്യമങ്ങൾ ചോദിച്ചു, ഷാഫി ന്യായീകരിച്ചു, സംരക്ഷിച്ചു. ഷാഫിക്കെല്ലാം അറിയാം. ഷാഫിയാണ് ഇയാളെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്. ഷാഫിക്കെല്ലാം അറിയാം. ഷാഫിയാണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത്. ഷാഫി ഇതുപോലൊരു എന്ത് നിലപാട് സ്വീകരിച്ചു? എവിടെ തള്ളി പറഞ്ഞു? എവിടെയും തള്ളിയിട്ടില്ല.
ഷാഫി എവിടെയും തള്ളിയിട്ടില്ല. അജു എത്ര ന്യായീകരിച്ചാലും ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷക സമൂഹം വിലയിരുത്തട്ടെ. ഒരു സെക്കൻഡ് പോലും ഷാഫി ഈ രാഹുലിനെ തള്ളി പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഷാഫി ഇയാളെ തള്ളി പറയുന്ന ഒരു വീഡിയോ കാണിക്കും. ഷാഫി ഒരുപാട് റീൽസിൽ ആളാണല്ലോ, ഒരുപാട് റീൽസും വീഡിയോ ഒക്കെ ഇറക്കുന്ന ആളാണല്ലോ. ഈ അതിജീവിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പർവ്വത്തെ തള്ളി പറയുന്ന ഒരു 30 സെക്കൻഡ് വീഡിയോ നിങ്ങൾ കാണിക്കേ. ഒരു 30 സെക്കൻഡ് വീഡിയോ നിങ്ങൾ കാണിക്കൂ. നിങ്ങൾ ഒരു 30 സെക്കൻഡ് വീഡിയോ കാണിക്കൂ. നിങ്ങൾ ഷാഫി ഇയാളെ തള്ളി പറയുന്ന ഒരു 30 സെക്കൻഡ് വീഡിയോ കാണിക്കൂ. എന്നിട്ട് അഭിപ്രായം പറ. ഷാഫി കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ? എന്താ വീക്ഷണം പത്രം ഇന്നലെ എഴുതിച്ചത്? അയാൾ എന്താണോ ചെയ്തത് അതിന്റെ ഉത്തരവാദി അയാളാണ്, അല്ലെങ്കിൽ അയാളുടെ കാര്യം നോക്കുന്നത് അയാളാണ് എന്നാണ് പറഞ്ഞത്. അതായത് പാർട്ടിക്കോ ഷാഫിക്കോ ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ഇപ്പോഴല്ലേ രാവിലെ പറഞ്ഞാണ്, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് പറഞ്ഞാണ്. ഇപ്പോഴല്ലേ? നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. എന്തായിരുന്നു നേരത്തെ ഇയാളെ കുറിച്ച് പറഞ്ഞത്? നേരത്തെ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഇത്രയും ഗുരുതരമായ ഒരു കേസ് വന്നിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ശക്തമായ ഒരു വാദം തള്ളിപ്പറയുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്ത 10 സുഹൃത്തുക്കൾക്കാണ്. ഓക്കെ, വസീഫ് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ റഹീം നിങ്ങളുടെ സുഹൃത്തായിരിക്കാം. ഇവരെല്ലാം ചെയ്യുന്നതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇവർ രാവിലെ എങ്ങോട്ട് പോകുന്നു, വൈകിട്ട് എങ്ങോട്ട് പോകുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ വി കെ സനോജിന് ഒരു കണ്ണ് ഈ റഹീം സനോജ് കൂടെ വെക്കാനായിട്ട് ചെയ്യുന്നതൊക്കെ അതിന്റെ ഉത്തരവാദി രാഹുലാണ്. മറ്റൊരാളെ ബന്ധപ്പെടുത്തുന്നതാണ്. എന്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ഉത്തരവാദി, ഞാനല്ല ഉത്തരവാദി. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാത്രമല്ല ഉത്തരവാദി, രാഹുലിനെ സംരക്ഷിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വ ഉത്തരവാദിയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഷാഫി. ഇതുവരെ ഈ സംഭവം ഇത്രയേറെ ഉണ്ടായിട്ടും ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല. എത്ര ന്യായീകരിച്ചാലും ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ഇതെല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്? ശരി, ഞാൻ തിരികെത്താം. ശ്രീ റജീബി അജു പറയുന്നത് അവിടെ നിൽക്കട്ടെ. വീക്ഷണം പത്രത്തിൽ എഴുതിയതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എഴുതിയവരോട് പോയി ചോദിക്കൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ അടക്കം സൈബർ കോൺഗ്രസ് എന്ന് പേരിട്ട് വന്നവർ ആക്രമിക്കുകയും വായി തോന്നിയ കമന്റുകളൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് ഇതിനകത്ത് നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീക്ഷണം പത്രത്തിനകത്ത് വരെ ആരാണ് ഇര എന്ന് പാർട്ടി മുഖപത്രത്തിന് അറിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ നിങ്ങളൊരു വടിയെടുത്ത് കൊടുത്തിട്ടുണ്ട് CPM-ന്റെ കയ്യിൽ, BJP-യുടെ കയ്യിൽ. തല്ലിക്കോ എന്ന് പറഞ്ഞ് വടിയെടുത്ത് കൊടുത്തിട്ട് ഇത് രാഷ്ട്രീയ നരേറ്റീവാണെന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കും? നോക്കൂ അപർണ, എത്ര ക്രൂരമായിട്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ എതിരാളികളെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ അമ്പയുകയാണ് ഒരു കാരണവുമില്ലാതെ. കാരണം ആരോടൊപ്പമാണ് കോൺഗ്രസ് പ്രസ്ഥാനം ആരോടൊപ്പമാണ് നിൽക്കുന്നതെന്നുള്ള 3 ഏറ്റവും പ്രധാനപ്പെട്ട നടപടി സ്വീകരിച്ചതിലൂടെ മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ എന്താ ഈ കേസ് മെറിട്ടോകൾ അതിന്റെ നൂലാമാലകളെ ചർച്ച ചെയ്യുന്നതിന് പകരം കോൺഗ്രസിനെ എങ്ങനെ രക്ഷിക്കാം, കോൺഗ്രസിനെ എങ്ങനെ അമ്പെയ്യാം എന്നുള്ള രാഷ്ട്രീയമായ ഒരു അങ്ങേയറ്റത്തെ നേരത്തെ ഈ വീക്ഷണം CPM-ന്റെ മുഖപത്രമാണോ? വീക്ഷണം CPM-ന്റെ മുഖപത്രമാണോ? ഈ സൈബർ കോൺഗ്രസ് അണികൾ മുഴുവൻ വന്ന് ഈ കമന്റ് ഇടുമ്പോൾ, ഈ വലിയ ആക്രമണം നടത്തുമ്പോൾ അതിനെ CPM-ഓ BJP-യോ വിട്ടതാണോ? നോക്കൂ, വീക്ഷണത്തിന്റെ മുഖപത്രത്തെ പാർട്ടിയുടെ സമുന്നത നേതാക്കൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ മാധ്യമങ്ങളിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് അത് എഴുതിയവരോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഉപരിയായി എല്ലാ നേതാക്കളും അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് സുവ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും
ശക്തമായ നടപടികൾ എടുത്തിട്ട് പോലും ഈ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ എതിരാളികൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഈ വിഷയത്തിൽ വലിച്ചിഴച്ചുകൊണ്ട് എന്തോ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത്ര നിർലജ്ജമായിട്ട്, ഇത്ര ലജ്ജയില്ലാതെ ഈ ഒരു പെണ്ണ് ഒരു സ്ത്രീ വിഷയം ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് CPM-ന്റെ അവരുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. അതിന്റെ ഓരോന്ന് ഞാൻ എണ്ണി പറയുന്നില്ല. ഇവിടെ ജനകീയ വിഷയങ്ങളും ഇവിടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, ഇവിടെ സർക്കാരിന്റെ നടപടികളും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകടന പത്രികയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ സ്വർണ്ണക്കൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇത്തരം പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ഈ നിയമസമാക്കുന്ന സമീപനമല്ലേ ഈ കോൺഗ്രസിന്റെ എതിരാളികളെല്ലാം ചേർന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എത്ര യുക്തമായി ആർജവത്തോടു കൂടിയുള്ള നടപടിയാണ് സമൂഹത്തിന്റെ മുമ്പാകെ ഈ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളതും കാഴ്ചിട്ടുള്ളതും? ആർക്കെങ്കിലും അക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടോ? കോൺഗ്രസ് ഒരു ജനകീയ പാർട്ടിയാണ്, അതിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നോക്കൂ, അത്തരത്തിലുള്ള അഭിപ്രായ പറയൂ. അങ്ങെന്താ പറയുന്നത്? കേൾക്കുന്നില്ല. ഈ നിമിഷവും അയാൾ കോൺഗ്രസ് MLA ആണ്. അയാളുടെ MLA സ്ഥാനം അദ്ദേഹം കോൺഗ്രസ് MLA അല്ല. അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പാർലമെന്ററി പാർട്ടി അംഗമല്ല. അദ്ദേഹം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല. അദ്ദേഹം കോൺഗ്രസ് നോക്കൂ, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങ് തീർച്ചയായിട്ടും അങ്ങ് കേരളീയ സഭയെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിയമ നടപടികൾ വരുമ്പോ അങ്ങ് മനസ്സിലാക്കണം. നോക്കൂ ഷാബു, ബഹുമാനായ അങ്ങ് മനസ്സിലാക്കണം. ഈ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തലത്തെ നടപടികൾ സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് ഒരുക്കമാണെന്ന് അതിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ പൊതുസമൂഹം മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുവാൻ അങ്ങയുടെ പാർട്ടി ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് ക്ലിയർ. ശ്രീ ഷാബു പ്രസാദ്, ഈ പാർട്ടി നടപടിയെടുത്തു, ഇതിലപ്പുറം ഏത് പാർട്ടി നടപടിയെടുക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വീക്ഷണം പറഞ്ഞത് എങ്ങനെ പാർട്ടി നിലപാടാകും? പാർട്ടിയുടെ നേതാക്കന്മാർ ഒന്ന് പറയുന്നു, രണ്ടാമത്തെ ദിവസം മാറ്റി പറയുന്നു, പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്ന് പറയുന്നു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട്. അത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതിന് തന്നെ തിരുത്തുന്ന അണികളും മറ്റ് നേതാക്കന്മാരുമുണ്ട്. ഇത് സമ്മതിക്കാൻ പാർട്ടിക്ക് പറ്റുന്നില്ല. ഇതുകൊണ്ട് ആർക്കാണ് ദോഷമുണ്ടാകുന്നത്? അത് കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് സമ്മതിക്കാനും കോൺഗ്രസിന് കഴിയുന്നില്ല. അതാണോ സംഭവിക്കുന്നത്? അല്ല, ഞാൻ താങ്കൾക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ പറഞ്ഞതിന്റെ മറുപടി കൂടെ പറയട്ടെ. ഇവർ പറഞ്ഞു ഇയാളെ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസിൽ നിന്ന്. ആ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിനു മുൻപ് ഇയാൾ നിങ്ങൾ ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യനല്ല, ഇത്ര കുറ്റം ചെയ്ത നിങ്ങൾ ജനപ്രതിനിധിയല്ല, നിങ്ങൾ കോൺഗ്രസിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നിവരെ ആവശ്യപ്പെട്ടോ? ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. പാലക്കാട് ഇയാൾ പോയി പ്രവർത്തിച്ചത് മുഴുവൻ കോൺഗ്രസിന് വേണ്ടിയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ്. അവിടെ പോയി പ്രിസൈഡിംഗ് ഓഫീസറോട് വഴക്കുണ്ടാക്കിയത് കോൺഗ്രസിന് വേണ്ടിയാണ്, ഈ പാർട്ടിക്ക് വേണ്ടിയാണ്. അതുപോലെ ഇയാളെ ഫോർമൽ കംപ്ലൈന്റ്, അത് ആലോചിക്കണം, ഫോർമൽ കംപ്ലൈന്റ് വരുന്നിടം വരെ ഇവർക്ക് നിരപരാധിയായിരുന്നു. ഫോർമൽ കംപ്ലൈന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ ശ്രീ റെജി, താങ്കൾക്ക് പറയാം. ഇതിനകത്ത് താങ്കൾ പറഞ്ഞ ഒറ്റ വിഷയമേ ഉള്ളൂ. ഒരു കാരണവശാലും രാഹുൽ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് VD സതീശൻ പറയുമ്പോൾ ചേർത്ത് നിർത്തേണ്ടവനല്ലേ രാഹുൽ എന്ന് കെ സുധാകരൻ ചോദിക്കും. കേൾക്കുന്ന അണികൾക്ക് പിന്നെ നിലപാട് അറിയണമെങ്കിൽ പിന്നെ ഈ ചാനൽ ചർച്ചയിൽ വന്ന് ആരെങ്കിലും പറയണോ നിലപാട് ഏതാണെന്നുള്ളത്? പാർട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള നിലപാട്? പാർട്ടി ശക്തമായൊരു നിലപാട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 40 നേതാക്കന്മാർക്ക് 40 നിലപാടാണ്. രജി, നോക്കൂ, അപർണ, കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് ആരാണ്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത്? അതുപോലെ UDFന്റെ നിലപാട് പറയേണ്ടത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനല്ലേ? ഇതിനപ്പുറം അവർ എത്രയോ മനുഷ്യർക്ക് എത്ര തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടിക്ക് ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിലപാട് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ സൈബർ ആക്രമണം നിങ്ങളുടെ പാർട്ടിയുടെ സൈബർ അണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് സംഭവം. പ്രതിപക്ഷ നേതാവിനെതിരെ ഈ രീതിയിലുള്ള അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
നോക്കൂ, സൈബർ ആക്രമണം നടത്തുന്നവരെ നിയന്ത്രിക്കാൻ ഈ ഭൂലോകത്ത് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ഇത് ആർക്ക് കഴിയുന്നുണ്ട്? ഈ സൈബർ അക്രമികൾ അവർ സ്വയം നിയന്ത്രിച്ച് നമ്മുടെ ഈ ധാർമ്മികമായിട്ടുള്ള നിലവാരത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് ഈ നമ്മുടെ പൊതു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ് പറയാനുള്ളത് എനിക്ക് പെട്ടെന്ന് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് നോക്കൂ അപർണ, ഞാൻ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തു, അയാളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇയാൾ ഒരു കുറ്റവാളിയാണ് എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ആ കുറ്റവാളിക്കൊപ്പം, അതായത് ഫോർമൽ കംപ്ലൈന്റ് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് മനസ്സിലാക്കി ഇയാൾ കുറ്റവാളിയാണ്. അപ്പോൾ ഈ നിയമ അനുസൃതമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ വഴിക്ക് നീങ്ങട്ടെ. അതാണ് അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് കോൺഗ്രസ് ഇതിൽ തെളിയിക്കുന്നത്. കേസുദാരൻ നിന്നത് ആ കുറ്റവാളിക്കൊപ്പം അല്ലേ പല അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നത് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാർ നിന്നത്. അവർന്ന് പറഞ്ഞ പോലെ 40 പേർക്ക് 40 അഭിപ്രായം എന്ന് പറഞ്ഞത് ഈ കുറ്റവാളി എന്ന് കോൺഗ്രസ് നേതൃത്വം വിധി എഴുതിയ ആ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരുവന്റെ പേരിലല്ലേ. അതിന്റെ അകത്ത് സ്വാഭാവികമായിട്ട് പാർട്ടി എടുത്ത അഭിപ്രായം, പാർട്ടി എടുത്ത നിലപാടല്ലേ എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അതിന് ചാർജ് ഷീറ്റ് വരുന്നത് വരെ അല്ലെങ്കിൽ കുറ്റപത്രം വരുന്നത് വരെ, ഫോർമൽ കംപ്ലൈന്റ് വരെ കാത്തു നിൽക്കണോ? ശരി, ഓക്കെ ശരി ഞാൻ അജു നേരത്തെ പറഞ്ഞ ഈ വാദങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോഴൊരു വിഷയമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റുകൾക്ക് അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്നും പോലും ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന അണികളാണ് അതിനകത്തുള്ളത്. സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ വളരെ ഉറപ്പായി കൊണ്ട് ഏതെങ്കിലും ഒരു നേതാവ് നിലപാടെടുത്തു എന്ന് പറയാൻ ഉള്ളിൽ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തനം കഴിയില്ല. അജു കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. ഈ രാഹുൽ ഈശ്വർ പിടിക്കുന്ന കേസുകളെല്ലാം കോൺഗ്രസ് അണികൾ അതിനെ ന്യായീകരിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വെളിവില്ലാത്തവരാണ് എന്നാണ് എന്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം. കാരണം രാഹുൽ ഈശ്വർ ഏത് കേസിലാണ് ന്യായത്തിനൊപ്പം നിൽക്കുന്നത്? അയാൾ ഒരു ഐഡിയോളജി സെറ്റ് ചെയ്തിട്ട് അയാൾ അതിനെ ന്യായീകരിച്ചു നടക്കുന്നു. ഇതിനെയൊക്കെ താങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഈ കേസിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കേസ് പണ്ടേ അവസാനിച്ചേനെ. ഈ കേസ് ഈ ഒരു തരത്തിലേക്ക് വരില്ലായിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, രാഹുലിനെ അനാവശ്യമായിട്ട് സൈബർ വെട്ടുകില്ല, അത് ഒരാളുടെ തലയ്ക്ക് വെക്കുന്നതിനോടാണ് മുമ്പേ VK സനോജിനോട് ഞാൻ ഉടക്കിയ അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലൊരു സംസാരത്തിലേക്ക് പോയ കേസ്. അല്ലെങ്കിൽ ഒരിക്കലും അത് ഷാഫി പറമ്പിലെ ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ വെട്ടുകിളികൾ എന്ന് പറയുന്നവർ ഇരയെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, മറുവശത്ത് വെക്കുന്നവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെ അടക്കം അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഈ ഒരു തലത്തിലേക്ക് പോയത് എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിലൊരു വലിയ ഒരു വിളക്കത്തിലേക്ക് പോകാതെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രചരണത്തിലേക്ക് പോകാതെ ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഈ വിഷയം വീണ്ടും കയറി വരില്ലായിരുന്നു. മാക്സിമം അയാൾക്ക് കേസ് വരാതെ അല്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു തലത്തിലേക്ക് പോകാതെ രക്ഷപ്പെടാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ കിട്ടിയ അവസരത്തിൽ സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്ന് ഒരിളക്കം സൃഷ്ടിക്കാനായിട്ടും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടും ഒരു സനോജ് പന്ത് സർക്കാരിന്റെ കോട്ടിൽ, പോലീസിന്റെ കോട്ടിൽ. അറസ്റ്റ് ഇനി വൈകിച്ചാൽ നേരത്തെ ആശ ഉണ്ണിത്താൻ പറഞ്ഞല്ലേ, അത് സർക്കാരാണ്, അതൊരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ മുന്നണിയോ അല്ല, ജനങ്ങളുടെ സർക്കാരാണ്. അത് ആ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അംഗീകരിക്കുകയെങ്കിലും വേണം സനോജ്. അല്ല, അറസ്റ്റ് വൈകുന്നതിൽ ആർക്കെങ്കിലും വിമർശനമുണ്ടെങ്കിൽ ജനാധിപത്യപരമായി ആ വിമർശനമൊക്കെ രേഖപ്പെടുത്തട്ടെ. പക്ഷേ ഇവിടെ ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു, അതിന്മേൽ ഇടതുപക്ഷം എന്തോ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്നു എന്നൊരു പ്രചരണം അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതിനെയാണ് ഞാൻ കൃത്യമായ അർത്ഥത്തിൽ വിമർശിച്ചത്. ഇനി പാശിയെ പോലെയുള്ള വക്കീലന്മാർക്ക് അവരെ ആ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും എനിക്കുമുണ്ട്. കാരണം അടുത്ത മണിക്കൂറിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്, അത്രയും വലിയൊരു ക്രിമിനലാണ്. സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം ആ നിലയിലുള്ള ആവേശവും ആ നിലയിലുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കും, അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇവിടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ മുമ്പിൽ വന്ന ഇത്തരം കേസുകളെല്ലാം എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്? നേരത്തെ സിനിമാ മേഖലയിൽ നടന്ന ഒരു പീഡനവുമായി ബന്ധപ്പെട്ട കേസ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ കേസ് വന്നപ്പോഴും ഇതുപോലെയുള്ള ഈ രാഹുൽ ഈ ഈശ്വർ പോലെയുള്ള കുറെ അശ്ലീല യൂട്യൂബർമാർ വന്ന് എന്തെല്ലാം ആക്ഷേപങ്ങൾ ചുരിഞ്ഞിരുന്നു, എന്തെല്ലാം ഇടപെടലുകൾ നടത്തിയിരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സർക്കാർ വളരെ കൃത്യമായി മുന്നോട്ട് പോയില്ലേ?
ബന്ധപ്പെട്ട എനിക്ക് മനസ്സിലായി സരോജ്. എത്ര ഉന്നതനായി കഴിഞ്ഞാൽ CPM-ന്റെ പാനലിസ്റ്റ് പറയുന്ന ആ ഒരു പ്രതീക്ഷയുണ്ട്. അത് ഇനി വരുന്ന മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളം അടക്കം ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ നേരത്തെ ആശുപത്രിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള ആ ലൂപ്പ് ഹോൾ തപ്പാനുള്ള സമയം കൊടുക്കലായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസ് ആണ് കൂടുതൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വന്നതെങ്കിൽ ചിലപ്പോൾ നേതാവ് പറയുന്നത് 30 സെക്കൻഡ് ഒരു കാര്യം കൂടി കാരണമില്ലാതെ അമ്പെയ്യുന്നു എന്നാണ് കോൺഗ്രസിന്റെ വക്താവ്. എനിക്ക് ആളെ കാണാൻ പറ്റുന്നില്ല. ആരമ്പെയ്യുന്നു എന്നാണ് പറയുന്നത്? CPM കൊടുത്ത പരാതിയാണോ ഇത്? CPM ആണോ ഇതിന് പിന്നിൽ? എന്താ അസംബന്ധമാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? നമ്മൾ ആ വിഷയത്തിലേക്ക് ഞാൻ സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും നമ്മൾ പ്രേക്ഷകരോടും ചോദിച്ചത് അങ്ങനെ തന്നെയാണ്. ആ പോളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അറസ്റ്റ് വൈകിപ്പിക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് പോളിലേക്ക് ചോദിച്ചിരുന്നത് സമയപരിമിതി കൊണ്ട്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകം. എന്ത് നടപടിയിലേക്ക്? നേരത്തെ പറഞ്ഞതുപോലെ കേരള പോലീസാണ് വിചാരിച്ചാൽ അങ്ങനെ ഒരു അറസ്റ്റാണ് മുന്നിലുള്ളതെങ്കിൽ അത് വൈകിപ്പിക്കേണ്ട ഏതെങ്കിലും പരിമിതിയുള്ള ഒരു കേരള പോലീസ് പോലും അല്ല ഉള്ളത്. നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാതിരിക്കുന്നത് എന്ന്. വളരെ സമയപരിമിതി കൊണ്ട് വീണ്ടും അതിഥിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. സനോജ്, അജു, ഒപ്പം ഷാബു പ്രസാദ്, ശ്രീ റജി, ആശ ഉണ്ണിത്താൻ. നന്ദി. പൂർണ്ണമാവും.